എന്നെ ട്രിഗർ ചെയ്ത ഒറ്റ സെന്റൻസ് ആണ്, ഇന്ത്യ തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു. അതെനിക്കിഷ്ടമില്ല. ഇന്ന് വധശിക്ഷ നടക്കേണ്ട ദിവസമായിരുന്നു, അതായത് 16-ാം തീയതി. അപ്പോ നമുക്ക് ലഭിച്ചത് എന്താണ്? അതായത് ഇപ്പൊ കാന്തപുരം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 1-2 ദിവസം മുന്നേ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവര് ഈ പറയുന്ന ബ്ലഡ് മണി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിസിഷനും ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അവരതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് എന്നാ ഞാൻ ചോദിക്കുന്നത്. കേട്ടോ പെങ്ങളെ, ഇവനൊരു ഇത്തിരി കള്ളത്തരമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ഏർലി സെലിബ്രേഷൻ ഇതുപോലെ നടക്കുമ്പോൾ ഇത് നടത്താനുള്ള അവസരം ഇതിനകത്ത് ഇടപെട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജെറോമിനെ പോലെയും മറ്റു പല ആളുകളും ഉള്ളപ്പോൾ അവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യമല്ലേ? ആ പറഞ്ഞ പോയിന്റ് ആട്ടോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അത് അവർ ചെയ്യാതിരുന്നത് അവരുടെ പക്വതയായിട്ട് മെച്ചൂരിറ്റി ആയിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു മാന്യത, ആ ഒരു കരുതൽ ഇതിനകത്ത് എടുക്കാതെ ഇത് എന്തോ ഒരു വലിയൊരു ആവേശപ്പുറത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം പോലും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളിവിടെ കാണുമ്പോഴാണ്, അതിന്റെ പിന്നാലെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത്. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല മൂരാച്ചികളും കൂടെ എതിർത്താ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അപ്പൊ പിന്നെ അത് പറയാനുള്ള പൂർണ്ണമായ അവകാശം നമുക്ക് വന്നു ചേരുകയാണ്. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ബന്ധങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് വരെ സംശയിക്കാനുള്ള എല്ലാ വകുപ്പും വെച്ചു തരുന്ന ഇവര് തന്നെയാണ്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനെ ഈ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രോസസ്സിൽ ഇനിയിപ്പോ കാന്തപുരത്തിന് അറബിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത് വെറും ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കും. വളരെ ഏർലി ആയിട്ട് ഇത് ചെയ്തു വെച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ആ ഘട്ടത്തിലേക്ക് പോലും സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻസിലേക്ക് അവരെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. അതായത് പാണ്ടായി പോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ.